ഈ കെട്ടകാലത്ത് അനുസരണത്തെ അടിമത്തമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്ത്, അത് എവിടെയാണെങ്കിലും, അത് സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അനുസരണത്തെ അടിമത്തമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്ത് കുരിശ് പറയുന്നു, ഇത് അനുസരണത്തിന്റെ കുരിശാണ്. അനുസരിച്ചാണ് ഒരാൾ കുരിശോളം എത്തിയത്. അപ്പന്റെ തിരുഹിതത്തോട് അനുസരണം പ്രഖ്യാപിച്ച് പുത്രൻ കുരിശോളം എത്തിയതാ. ആ അനുസരണത്തെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഈ ആരാധന അർത്ഥരഹിതമായിട്ട് മാറും. അനുസരണത്തിന്റെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. അനുസരിച്ച് അവൻ കുരിശോളം നുറുങ്ങി, കുരിശോളം തകർക്കപ്പെട്ടു. മക്കൾക്ക് അപ്പനെ അനുസരിക്കാൻ പറ്റുന്നില്ല, ഇടവക ജനത്തിന് വികാരിച്ചിനെ അനുസരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ വൈദികർക്ക് മെത്രാനെ അനുസരിക്കാൻ പറ്റുന്നില്ല, സമൂഹത്തിന് അനുസരണമില്ല. അനുസരണമില്ലാത്തൊരു കാലത്ത് കുരിശ് നമ്മളെ അനുസരിക്കാൻ നിർബന്ധിക്കുന്നു. അനുസരണമാണ് ഈ കുരിശെന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നു. കലഹം വെച്ചോണ്ട്, വെറുപ്പ് വെച്ചോണ്ട്, പക വെച്ചോണ്ട് ഈ തിരുനാൾ ആഘോഷിക്കരുത്. ഇരട്ടത്താപ്പാണ്. ദ്രോഹിച്ചവനോട് ഉള്ളിൽ കലഹം വെച്ചിട്ട്, കൂടപ്പിറപ്പുകൾ തമ്മിൽ മിണ്ടാതിരുന്നിട്ട്, ബന്ധം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളിൽ ബന്ധം പുതുക്കാതെ തിരുനാൾ ആഘോഷിക്കരുത്. നിങ്ങൾ കുരിശിനെ ആരാധിക്കുകയല്ല, അവഹേളിക്കുകയാണ്. കുരിശ് ക്ഷമിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ട്.